ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും മുഖ്യ ആകർഷണമായ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. നേരെ നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ഒരാൾ കാണുന്നത് ഈ വീട്ടിലെ ഒരു കോർട്ട്യാർഡാണ്. ക്രോസ് വെന്റിലേഷന്റെ പോസിബിലിറ്റി നോക്കുന്ന സമയത്ത് അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് ഈ ഒരു ലിവിങ് സ്പേസിനെ കൊണ്ടുപോയത്. അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ വരുന്ന വലിയൊരു വയലാണ് ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ആ വയലിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലായിരുന്നു ഇതിന്റെ പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് വന്ന് കിടക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. പക്ഷെ നമ്മളിവിടെ ടോയ്ലറ്റ് അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ആളുകൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഈ ബെഡ്റൂമിന്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു പ്രൈവറ്റ് ബാൽക്കണിയാണ്. ഇതിന്റെ രണ്ടിന്റെയും സെൻട്രൽ ആയിട്ടാണ് നമ്മൾ ബെഡ് കോട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹെഡ് ബോർഡ് വന്ന് ഇതിന്റെ വിൻഡോ കവർ ആവുന്ന ഒരു പ്രശ്നം ഈ ഒരു ബെഡ്റൂമിൽ ഉണ്ടാവില്ല. അത് പ്രോപ്പർ ഫർണിച്ചർ ലേ ഔട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് 2900 സ്ക്വയർ ഫീറ്റിൽ ഏതാണ്ട് ഇന്റീരിയർ വർക്ക് നടക്കുന്ന ഫിനിഷ് ചെയ്യാറായ റിയാസ് റെസിഡൻസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻട്രൻസ് ഗേറ്റ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം ലോങ് സിറ്റ് ഔട്ട് ഈ വീടിന് ഇവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾക്ക് മുമ്പ് പറയാനുള്ളത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ഡീറ്റെയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 8 മീറ്ററോളം നമ്മൾ ഈ വീടിന് മുറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാനിങ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ക്രോസ് വെന്റിലേഷനെ കുറിച്ചും ഇതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വലിയ വയലാണ് വരുന്നത്. അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ വരുന്ന വലിയൊരു വയലാണ് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ആ വയലിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ആ വയലിൽ നിന്നുള്ള കാറ്റ്, വെളിച്ചം, വ്യൂ ഇതൊന്നും ഈ വീട്ടിൽ മിസ്സാവരുത്. അതിനെല്ലാം അതുപോലെ നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയായിരുന്നു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മളൊരു മുറ്റം, ഒരു ഗ്യാതറിങ് സ്പേസ് ആയിട്ടാണ് നമ്മളിവിടെ ഒരു മുറ്റം കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വലിയ പ്ലാന്റുകളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാവ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ നമ്മൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കാരണം വീടിൻ്റെ ഹൗസ് വാമിങ് സമയത്തേക്ക് അതൊക്കെ വളർന്ന് വലുതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലാവണം. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് മുറ്റത്തൊക്കെ നമ്മൾ ഗ്രാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൗസ് വാമിങ് സമയത്തേക്ക് ഇതൊക്കെ വലുതായിട്ട് റെഡിയാവും. ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാറ്റിയോ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ഓപ്പണിങ്ങിൽ നിന്നാണ് നമ്മൾക്ക് ഈ ഒരു പാറ്റിയോയിലേക്ക് ഇറങ്ങേണ്ടത്. അത് ഞാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പേ ഇവിടെ ഒരു മതിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ജാളിയാണ്. ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ജാളി കൊടുക്കാനുള്ളൊരു കാരണം ഈ വയലിൻ്റെ വ്യൂവിനെ ഇവിടുന്ന് നഷ്ടപ്പെടുത്തരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജാളി ഓപ്പണിങ് കൊണ്ട് ഇവിടെ കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫാമിലി ഗ്യാതറിങ് സ്പേസ് വേണമെന്ന് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ചെയ്യണം. ഇവിടെ ഒരു പ്രൈവറ്റ് മുറ്റം, അതായത് മറ്റുള്ള ആളുകളൊന്നും കാണാതെ ഒരു പ്രൈവറ്റ് മുറ്റം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ വീട് പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബോക്സ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ എലിവേഷനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നെ നമ്മളൊരു ഡ്രെയിനിന് വേണ്ടിയിട്ട് ഒരു ഔട്ട് PVC പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ ഷെയ്ഡിൽ വെക്കുന്ന വെള്ളം ഇതുവഴി താഴേക്ക് ഡ്രെയിനായി പോയിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ഈ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ ആണ്. ഇതിങ്ങനെ സ്റ്റീപ്പായിട്ടാണ് പോകുന്നത്, ഒരിക്കലും സ്ട്രൈറ്റ് അല്ല, സ്റ്റീപ്പായിട്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് കണക്റ്റ് ആവുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞു ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. 90യിൽ നിന്ന് 45ലേക്ക് സ്റ്റീപ്പായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്.
അങ്ങനെ നമ്മളിവിടെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം അവിടെ നിന്നാണ് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരിക്കലും ഈ ഒരു ഏരിയ സ്ട്രെയിറ്റ് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണാൻ കഴിയില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാഡിങ് സ്റ്റോൺസ് ഒന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഒരു സ്റ്റീപ്പ് ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. മാത്രമല്ല സത്യത്തിൽ ഇതൊരു ടോയ്ലറ്റാണ്, ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ വന്ന് കിടക്കുന്നത്. ഈ ലാൻഡ് നമുക്ക് പ്ലാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്ന സമയത്ത് ഇതൊരു വിടുത്തിലുള്ള ലാൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ വീടും നമ്മൾ വിടുത്തിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്ന് കിടക്കുന്നത് ഫ്രണ്ടിലേക്കാണ്. പല ആളുകൾക്കും ഫ്രണ്ടിലേക്ക് ടോയ്ലറ്റ് വന്ന് ആ ബുദ്ധിമുട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളിവിടെ ടോയ്ലറ്റ് അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ യൂഷ്വൽ വെന്റിലേഷനിൽ നിന്ന്, ടോയ്ലറ്റിൻ്റെ യൂഷ്വൽ വെന്റിലേഷനിൽ നിന്ന് മാറിയിട്ട് ഒരു ലോങ് വെന്റിലേഷൻ നമ്മൾ കൊടുത്തു. വീതി കൂടിയ ഹൈറ്റ് കുറഞ്ഞ ഒരു വെന്റിലേഷൻ നമ്മളിവിടെ കൊടുത്തു. എയർ സർക്കുലേഷൻ നമുക്ക് അതുവഴി പോസിബിൾ ആവും. അതിൻ്റെ എക്സോസ്റ്റ് ഫാന് നമ്മൾ കൊടുത്തിട്ടുള്ളത് റൂം വഴിയാണ്. പിന്നീട് നമുക്ക് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ടെക്സ്ചർ പെയിൻറ്റ് ഓർ ഗ്ലാഡിങ് സ്റ്റോൺ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മളിവിടെ കൊടുക്കും. അങ്ങനെ മനോഹരമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒട്ടും ടോയ്ലറ്റ് ആണെന്ന് ആളുകൾക്ക് തോന്നാത്ത രീതിയിൽ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയർ ഫിനിഷ് ചെയ്യാൻ കഴിയും. മാത്രമല്ല നമുക്കതിനെ ഓവറോൾ കവറാവുന്ന രീതിയിൽ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അതിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ബോക്സ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാനുള്ള 3 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്റ്റീപ്പായിട്ട് കൊടുക്കാനുള്ളൊരു കാരണം അവിടെ നിന്ന് കയറി വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുക. പിന്നെ ഈ ഒരു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റിൻ്റെ വ്യൂവിനെ നമ്മൾ മറക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് നമ്മൾ അവിടെ കൊടുക്കാനുള്ള രണ്ടാമത്തെ കാരണം. മറ്റൊരു കാരണം, ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് കോർണർ, അതായത് കന്നിമൂല എന്നൊക്കെ പറയുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്നാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കാറ്റും മഴയൊക്കെ ശക്തമായി വരുന്നൊരു ഏരിയ ഇതാണ്. അവിടെ നിന്ന് വരുന്ന മഴയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടും കൂടിയാണ് നമ്മളിവിടെ ഒരു 90 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്, മഴ വന്നിട്ട് ഇവിടെ നിൽക്കും. മഴ വന്ന് ഇവിടെ നിന്ന് അതിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊക്കെ ബെഡ്റൂമിലേക്കും അതിനുള്ളിലേക്കൊക്കെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ആ വെള്ളത്തിൻ്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൊരു മെത്തേഡ്, മുകളിൽ നമ്മൾ 50 സെൻറ്റിമീറ്റർ കൊടുത്തു, ഇവിടേക്ക് വരുന്ന സമയത്ത് 45 സെൻറ്റിമീറ്റർ കൊടുത്തു. ഒരു 2 ഇഞ്ചിൻ്റെ സ്ലോപ്പ് നമുക്ക് മുകളിൽ കിട്ടും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഷെയ്ഡിൽ നിന്നുള്ള വെള്ളം, മഴവെള്ളം ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓൾമോസ്റ്റ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടി പറ്റും. ഈ വീടിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ലിവിങ് ആണ് നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഈ ലിവിങ് നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തത്. മെയിൻ സ്ലാബ് റൂഫ് നമ്മൾ കൊടുക്കാതെ അതിൻ്റെ ഡബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ക്രോസ് വെന്റിലേഷൻ്റെ പോസിബിലിറ്റി നോക്കുന്ന സമയത്ത് അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് ഈ ഒരു ലിവിങ് സ്പേസിനെ കൊണ്ടുപോയത്. ഈ ലിവിങ് സ്പേസ് ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വെന്റിലേഷൻ, നമ്മളൊരു നോർമൽ വിൻഡോ, മറ്റുള്ള ബെഡ്റൂമിനും സിറ്റ് ഔട്ടിനൊക്കെ കൊടുത്ത പോലെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമം ലൈറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു റൗണ്ട് ഓപ്പണിങ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ബെഡ്റൂമിനെയും സിറ്റ് ഔട്ടിനെയും നോക്കുന്ന സമയത്ത് ഒരു 60 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു മെയിൻ സ്ലാബ് ഹൈറ്റ് വരെ പോകുന്ന ഒരു പ്ലാന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നേരെ വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റ് ഔട്ട് കൂടിയാണ്. വീതി കുറഞ്ഞ് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഒരു 150 സൈസിലുള്ള സൺഷെയ്ഡ് സ്ലാബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പ് കയറി 3ാമത്തെ സ്റ്റെപ്പ് ഫ്ലോർ ഹൈറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പിനോട് ചേർന്നിട്ട് ഒരു പാൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, പിന്നെ ഈ ഒരു സിറ്റ് ഔട്ട് അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് സിറ്റ് ഔട്ട് അത്യാവശ്യം വലിയൊരു ഒരു ഏരിയ ആയിട്ട് നമുക്ക് വേണം എന്നുള്ളൊരു രീതിയിൽ ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്ര വലിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുകയാണ്. ഇനി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. ഒരു 140 സൈസിലുള്ള വലിയ ഒരു വാതിൽ കട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നേരെ നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം ഒരാൾ കാണുന്നത് ഈ വീട്ടിലെ ഒരു കോർട്ട്യാർഡാണ്. നമ്മളവിടെ കോർട്ട്യാർഡിന് വേണ്ടി ഫ്ലോറൊക്കെ താഴ്ത്തി ഇട്ടിട്ടുണ്ട്. വലിയൊരു കോർട്ട്യാർഡും ആ സ്റ്റെയർ ഏരിയയുമാണ് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ കാണുക. അപ്പം തന്നെ നമുക്ക് ഒരു പ്രത്യേക ഹാപ്പിനെസ്സും ഒരു പ്രത്യേക ആംബിയൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് സീയിങ് തന്നെ നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോയറിൽ നിന്നാണ് ഏത് ഏരിയയിലേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സ്പേസ് കൂടിയാണ് ഈ ഒരു ഫോയർ ഏരിയ. റൈറ്റ് സൈഡിൽ ലിവിങ് സ്പേസ് ആണ്, ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഡൈനിങ് ഹോളാണ്, സ്ട്രെയിറ്റ് കാണുന്നത് സ്റ്റെയർ ഏരിയ ആണ്. എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പരമാവധി ചുവരുകൾ കുറച്ചു, പില്ലറുകൾ ആഡ് ചെയ്തു. പില്ലറുകളിൽ സ്ട്രക്ചർ ലോഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഓപ്പൺ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി മാക്സിമം വാളുകൾ നമ്മൾ കട്ട് ചെയ്തു. ഒരു സെമി പാർട്ടീഷനായിട്ട് നമ്മൾ ഇൻറ്റീരിയറിൽ പാർട്ടീഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡൈനിങ് വരുന്നത്. മുഴുവൻ ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളതെങ്കിലും പ്രൈവസിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഡൈനിങ് സ്പേസ് ആണ്. ഇത് നമ്മൾ ഓപ്പൺ കോൺസെപ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കാണരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ഒരു പില്ലർ മുതൽ ഈ വാൾ വരെ നമ്മളൊരു സെമി പാർട്ടീഷനായിട്ട്, അതായത് ഗ്ലാസ് പ്ലൈവുഡുകൾ ഉപയോഗിച്ചിട്ട് ഒരു സെമി പാർട്ടീഷനായിട്ട് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യും. ഇതിൻ്റെ ആക്സസ് വരുന്നത് ഇവിടെ നിന്നാണ്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡയറക്റ്റ് വുഡ് അപ്ലൈ ചെയ്യുന്നതിന് പകരം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിങ്ങിൽ നമ്മൾ വുഡൻ ഡീറ്റെയിൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ പ്രൈമർ ചെയ്തിട്ടുണ്ട്. 2 വെന്റിലേഷൻ ഇതിന് വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ആണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം വലിയ ഒരു 3.8 മീറ്റർ സൈസ് വരുന്ന അത്യാവശ്യം വലിയൊരു ലിവിങ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഫോർമൽ ലിവിങ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എൽ ടൈപ്പ് സോഫ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് എൻട്രൻസ് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഓപ്പണിംഗ് ആണ്. അങ്ങോട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഓപ്പണിംഗ് ആണ്. പക്ഷേ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് വ്യൂ കൊടുക്കാതെ ഇവിടെ നമ്മളൊരു സെമി പാർട്ടീഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങോട്ട് ആക്സസിബിൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, എന്നാൽ അങ്ങോട്ട് കാണുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ലിവിങ്ങിലെ TV യൂണിറ്റ് വരുന്നത്, ഫോർമൽ ലിവിങ്ങിലെ TV യൂണിറ്റ് വരുന്നത് ഈ ഓപ്പണിങ്ങിലാണ്. ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് TV യൂണിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്റ്റെയർ ഏരിയയിലേക്കും ഫോർമൽ ലിവിങ്ങിലേക്കും തിരിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ TV വരും. ഇവിടെ നിന്ന് നേരെ വരുന്നത് ഇതിൻ്റെ സ്റ്റെയർ യൂണിറ്റിലേക്കാണ്. അത്യാവശ്യം വലിയൊരു സ്റ്റെയർ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ വരുന്നത് C ടൈപ്പിലാണ്. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീടിൻ്റെ ഏറ്റവും മുഖ്യ ആകർഷണമായ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒന്നും കൊടുക്കാതെ പൂർണ്ണമായും നാച്ചുറൽ പ്ലാന്റ് കൊടുത്തു. മണ്ണൊക്കെ വരുന്ന രീതിയിലുള്ള പ്ലാന്റ്സും അതിൻ്റെ ഡീറ്റെയിലുമാണ് നമ്മൾ ഈ കോർട്ട്യാർഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോർട്ട്യാർഡ് കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ബുദ്ധിമുട്ട് പറയുന്ന ഒന്നാണ് വെള്ളവും ഈർപ്പവും. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പല ആളുകളും ബുദ്ധിമുട്ട് പറയാറുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഒരു രീതിയിൽ, അതായത് കറക്റ്റ് ഡ്രെയിനും അതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മാത്രമേ ഈ ഒരു നാച്ചുറൽ കോർട്ട്യാർഡൊക്കെ വർക്കൗട്ട് ചെയ്യാവൂ. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രെയിനിന് വേണ്ടിയിട്ട് ഒരു ഔട്ട് പൈപ്പ് നമ്മൾ കൊടുത്തു. മാത്രമല്ല ഇവിടെ സൈഡിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തു. ഇനി വാട്ടർ പ്രൂഫ് വരാനും ഉണ്ട്. അത്തരമൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഇത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ ഡോറ് നമ്മൾ ഒരു 1 മീറ്റർ സൈസിൽ നിന്ന് മാറി ഒരു 1.2 സൈസിലേക്ക്, അതായത് ഒരു 4 അടിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കിച്ചൺ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ പകുതിയാണ്. ബാക്കി എല്ലാ ഏരിയകളും മറുപകുതിയും എന്നുള്ള രീതിയിലാണ് പല വീഡിയോയിലും ഞാൻ പറയാറ്. കാരണം വീട്ടിൽ ഒരു മെമ്പർ എപ്പോഴും കിച്ചണിലായിരിക്കും. അതുകൊണ്ട് തന്നെ കിച്ചണിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അതുകൊണ്ട് ഈസി ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചണിലേക്ക് എത്തുന്നു. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ വലിയ വെന്റിലേഷൻസ് ഒക്കെ ഒഴിവാക്കി നീളത്തിലുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരം നമ്മുടെ പുതിയ പ്രൊജക്റ്റുകളിലൊക്കെ ഇത്തരം വിൻഡോസ് ആണ് നമ്മൾ കിച്ചണിൽ കൊടുക്കാറ്. കാരണം എന്ന് പറയുന്നത് ഈ ഹൈറ്റിലാണ് നമ്മുടെ ഹെഡ് ക്യാബിൻസ് വരിക. അപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തുറക്കാൻ വേണ്ടിയിട്ടും സാധനം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെഡ് ക്യാബിൻസിൻ്റെ ഹൈറ്റ് കൂടരുത് എന്നതുകൊണ്ട് ഈ ഹൈറ്റിലാണ് നമ്മൾ വിൻഡോ മാക്സിമം 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ വരുന്ന വിൻഡോയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ടേബിൾ ടോപ്പ് വന്ന് കിടക്കുന്നുണ്ട്.
കോൺക്രീറ്റ് സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ മെറ്റീരിയലിൽ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ സിങ്ക് വരുന്നുണ്ട്. ഈ സിങ്കിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ വിൻഡോ ഒഴിവാക്കി ഗ്രില്ലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മോഡേൺ ഗ്രില്ലായിട്ടാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സിസ്റ്റിംഗ് ഡോറ് വരുന്നത് ഇവിടെയാണ്. ഇതും നമ്മൾ GI സ്ട്രക്ചറിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ ഒരു സ്പെസിഫിക് സ്റ്റോറേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോർ റൂം എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ വീട്ടിലില്ല. നമ്മൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഓപ്പൺ സ്റ്റോർ ഏരിയ. ഇവിടെ ഫ്രിഡ്ജ് വരും. ബാക്കിയുള്ള വരുന്ന ഈ സ്ഥലം മുഴുവനായി നമുക്കൊരു ക്രോക്കറി ഷെൽഫായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ആളുകൾ നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഞാൻ നേരത്തെ ലാൻഡ്സ്കേപ്പ് ഡീറ്റെയിൽ പറഞ്ഞ സമയത്ത് ഈ ഒരു വയലിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പരമാവധി അവിടുന്ന് ലൈറ്റും അവിടെ നിന്നുള്ള വിൻഡും അതുപോലെ ആ ഒരു കാഴ്ചയും നമുക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മീറ്ററിലുള്ള ഒരു വലിയ ഫോയർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോയർ വഴി നേരെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിങ് ഗ്ലാസ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റിയോയിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ വയൽ മനോഹരമായി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു റീഡിംഗ് കോർണറാക്കി മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഫോണോ ലാപ്പോ ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആക്കി മാറ്റാം. അങ്ങനെ വലിയൊരു ഫോയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോയറിൽ നിന്നാണ് നമ്മളെ ബെഡ്റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുകളും നമ്മൾ ഈ ഒരു വാലിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ബെഡ്റൂമിലേക്ക് മാക്സിമം ലൈറ്റ് ആൻഡ് വിൻഡ് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഈ ഒരു ഏരിയയിലേക്ക് അലൈൻ ചെയ്യായിരുന്നു. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാം. ഇവിടെ ഒരു 4.8 സൈസ് വരുന്ന വലിയൊരു ബെഡ്റൂമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ട് ഇത്തരത്തിലാണ് നമ്മൾ ബെഡ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വാർഡ്രോബ് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു വാളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വാർഡ്രോബ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരുന്ന ടോയ്ലറ്റ് ആണ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത്. ഈ ടോയ്ലറ്റിനോട് ചേർന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിറർ യൂണിറ്റ്, അതുപോലെ ഒരു മേക്കപ്പ് ഏരിയ മാത്രം ചെയ്യാനുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ, അതിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ആളുകൾ പെട്ടെന്ന് ടോയ്ലറ്റിൻ്റെ ഡോറ് കാണാത്ത രീതിയിലൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തന്ന ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. യൂഷ്വൽ വെന്റിലേഷൻ ഒഴിവാക്കിയിട്ട് നമ്മളൊരു മോഡേൺ വെന്റിലേഷനിലേക്ക് കൊണ്ടുവന്നതാണിത്. അതുവഴി ടോയ്ലറ്റിലേക്കുള്ള ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാഡ് സ്മെല്ലുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി എക്സോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. വലിയ പൈപ്പ് ഉപയോഗിച്ച് എക്സോസ്റ്റ് കൊടുത്തു. അത് ബെഡ്റൂം വഴി പുറത്തേക്ക് തള്ളുക എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ ഫാന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സീലിങ്ങിലൂടെ ആ പൈപ്പ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് സീലിങ്ങിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റൂമിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ നമ്മൾ വളരെ സിമ്പിളായി അതിൻ്റെ എക്സോസ്റ്റ് നമ്മൾ കൊടുത്തു. ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. 2 വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും വലിയ വിൻഡോ ആണ്. 2 മീറ്റർ സൈസ് വരുന്ന വലിയ വിൻഡോ ആണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിൽ കൊടുത്തൊരു ബെഡ്റൂം അലൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം വലുതും സെക്കൻഡ് ബെഡ്റൂം ചെറുതും ആ ഒരു രീതിയിൽ കൊടുത്തിട്ടില്ല. രണ്ടും സെയിം സൈസിലാണ് നമ്മളിവിടെ 2 ബെഡ്റൂമിലും അതിൻ്റെ സൈസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ വയലിൻ്റെ സൈഡിൽ നമ്മളൊരു വലിയ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ വിൻഡോ സൈസിൽ നിന്ന് മാറിയിട്ട് 2 സിംഗിൾ വിൻഡോ ആണ് നമ്മൾ ഈ വാളിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കാനുള്ളൊരു കാരണം പല ആളുകളും ഇൻറ്റീരിയറിൽ ബെഡ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ ഹൈറ്റിൽ ഏതാണ്ട് ഒരു 3 to 4 ഫീറ്റ് സൈസിൽ നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ബെഡ് കോട്ടിൻ്റെ ഹെഡ് ബോർഡ് വരും. അങ്ങനെ ഹെഡ് ബോർഡ് വരുന്ന സമയത്ത് ഏതാണ്ട് ഈ ഹൈറ്റോളം വരും. ഈ ഹൈറ്റോളം വരുന്ന സമയത്ത് വലിയ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ആ വിൻഡോ ബ്ലോക്ക് ആവുന്ന ഒരു പ്രശ്നം പല ആളുകൾക്കും ഇന്റീരിയറിൽ ഉണ്ടാവാറുണ്ട്. കൃത്യമായ ഫർണിച്ചർ ലേഔട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത്. നമ്മൾ അവിടെ ഈ ഒരു പ്രശ്നം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തൊരു സാധനം എന്ന് പറയുന്നത് 2 സൈഡിലും സിംഗിൾ വിൻഡോസ് കൊടുത്തു. ഈ വാളിൽ നിന്ന്
20 സെൻറ്റിമീറ്റർ മാറി ഒരു 70 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തു. ആ സൈഡിലും അങ്ങനെ തന്നെ സിംഗിൾ വിൻഡോ കൊടുത്തു. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് നമ്മൾ ബെഡ് കോട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡ് ബോർഡ് വന്ന് ഇതിൻ്റെ വിൻഡോ കവർ ആവുന്ന ഒരു പ്രശ്നം ഈ ഒരു ബെഡ്റൂമിൽ ഉണ്ടാവില്ല. അത് പ്രോപ്പർ ഫർണിച്ചർ ലേ ഔട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു യൂഷ്വൽ ഡ്രസ്സിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഒരു 160 സൈസിലുള്ള ഒരു ടോയ്ലറ്റും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് പണിയൊക്കെ കയ്യാറായി നിൽക്കുകയാണ്. 2 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസൈൻസ്, ഹ്യൂജ് ഡിസൈൻസ് ഒന്നും കൊടുക്കാതെ വളരെ മിനിമൽ ആയിട്ടാണ് ഈ ഒരു ഫോയറിൻ്റെയൊക്കെ സീലിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ വരുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയയിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാഷ് ഏരിയ, ഒരു വാഷിംഗ് കൗണ്ടർ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ പെട്ടെന്ന് ആളുകൾക്ക് കാണാത്ത രീതിയിൽ ഒരു ഉള്ളിലേക്ക് മാറി ഈ ഒരു ഹൈറ്റിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പല വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയാണ്, ഒരു സ്പെസിഫിക് വാഷ് ഏരിയ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാണാറില്ല. പല ആളുകളും അതിനെ അവോയ്ഡ് ചെയ്യും, വളരെ സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷേ അതൊരു മേജർ പാർട്ടാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈജീനിക് ആൻഡ് ഒരു മേജർ പാർട്ടാണ് ഒരു വാഷ് ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഏരിയകളൊക്കെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ കൃത്യമായി അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോവാണ്. ഈ സ്റ്റെയർ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ഒന്ന് കാണാം. ഇത്തരത്തിലാണ് ഇവിടെ സ്റ്റെയർ വരുന്നത്. GI+ വുഡാണ് നമ്മൾ സ്റ്റെയറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ നമ്മൾ സ്റ്റെയറിന് വേണ്ടി ഈ വീട്ടിൽ നീക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്നത് നാച്ചുറൽ പ്ലാന്റ്സ് വരുന്നൊരു കോർട്ട്യാർഡാണ്. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് എത്തേണ്ടത്. ഇത്തരത്തിലാണ് ഇവിടെ സ്റ്റെയർ അലൈൻ ചെയ്തിട്ടുള്ളത്. C ടൈപ്പിലാണ്. ഈ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്റ്റെയർ ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മെയിൻ ഡോർ കയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഈ സ്റ്റെയർ ഏരിയ ആണ്. ഈ വീട്ടിലേക്ക് ലൈറ്റ് കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു സ്റ്റെയർ പോർഷൻ വരുന്നത്. കാരണം ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ വലിയൊരു ഓപ്പണിങ്, നീളത്തിലൊരു ഓപ്പണിങ് കൊടുത്തു. അതുകൊണ്ട് മാത്രം ഇവിടേക്ക് ലൈറ്റ് എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്സ്റ്റെയറിൽ നമ്മൾ അതിനെ സ്ലാബിൽ റൗണ്ട് ടൈപ്പിൽ നമ്മൾ കുറച്ച് ഹോൾസ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 9 ഹോൾസ്, നമ്മൾ 6 ഇഞ്ച് വീതി വരുന്ന 9 ഹോൾസ് നമ്മൾ സ്ലാബിൽ കൊടുത്തു. അതുവഴി സൺലൈറ്റ് പരമാവധി നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തും. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണിയാണ്. ഈ സമയത്ത് നല്ല ലൈറ്റ് ഉള്ള രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം അത്രയും ഓപ്പണിങ്ങുകളും ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിവിടെ പ്രാക്ടിക്കലായി നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം പകൽ ടൈം, ഡേ ടൈമിൽ നമുക്കൊരിക്കലും ഈ വീട്ടിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇടേണ്ടി വരില്ല. അത്രയ്ക്കും ഓപ്പണിങ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെയർ കയറി മുകളിലെത്തി. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ താഴെയുള്ള ബെഡ്റൂം സെയിം നമ്മൾ മുകളിലേക്ക് അങ്ങനെ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഈ വീട്ടിലൊരു സ്പെസിഫിക് ഹാൾ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടില്ല. അതിന് പകരം ഇവിടെ ഒരു ഫോയർ സ്പേസ് സെറ്റ് ചെയ്തു. ഇതൊരു ബ്രിഡ്ജ് ടൈപ്പ് ആയിട്ടുള്ള 2 സൈഡിലും ഹാൻഡ് റെയിൽ വരുന്ന ഒരു ഫോയറാണ്. അത്യാവശ്യം ഒരു സ്പെസിഫിക് ഹാള് കൊടുക്കാതെ 2 സൈഡിലും സീൻ ബിലോ കൊടുത്തിട്ട് 2 സൈഡിലും കട്ടൗട്ട് വരുന്ന രീതിയിലാണ് മുകളിൽ ഹാള് കൊടുത്തത്. റൈറ്റ് സൈഡിൽ ലിവിങ്ങിൻ്റെ റൗണ്ട് ടൈപ്പിലുള്ള ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ നീളത്തിലുള്ള സ്റ്റെയർ പോർഷൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ക്രോസ് വെന്റിലേഷൻ ഇതിലൂടെ പോസിബിൾ ആണ്. 2 സൈഡിലും നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. കാരണം ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്, താഴേക്ക് കാണാൻ പറ്റും. ഈ സൈഡിലേക്ക് നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 2 സൈഡിലും ഡബിൾ ഹൈറ്റും മുകളിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോം വരുന്നത് കൊണ്ട് തന്നെ ഒരു ബാലൻസീവ് ഡിസൈനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മാത്രമല്ല ഇതൊരു ബ്രിഡ്ജായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. വർക്ക് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് അത്യാവശ്യം ലൈറ്റൊക്കെ വരുന്ന രീതിയിൽ സീലിംഗ് വരും. അങ്ങനെയുള്ളൊരു ബ്രിഡ്ജായിട്ട് നമുക്ക് ഈ ഒരു ഫീൽ ചെയ്യും. അത്തരം ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഹാൾ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അപ്സ്റ്റെയറിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ പോകുന്ന ഏരിയയിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള, ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലാണ് ബെഡ്റൂം നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ബെഡിൻ്റെ ഹെഡ് ബോർഡ് വരിക ഈ ഒരു വാളിലാണ്. ഇവിടെ വലിയൊരു വെന്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ഈ ബെഡ്റൂമിന്റെ സീലിംഗ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ POP കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഇവിടെ വലിയ ഓപ്പണിങ്ങുകളും വെന്റിലേഷനും ഒക്കെ കൊടുത്തത് കാരണം ഇവിടെ വെള്ളത്തിന്റെ കണ്ടന്റ് അധികം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ഈർപ്പത്തിന്റെ സാധ്യത വരരുത് എന്നുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ POP റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനിയാണ് ഈ ബെഡ്റൂമിന്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത്, ഒരു അട്രാക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു പ്രൈവറ്റ് ബാൽക്കണിയാണ്, റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഈ വയലിനെ ഫേസ് ചെയ്തിട്ട് വലിയൊരു ബാൽക്കണി, ഒരു റൂം ബാൽക്കണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഭംഗിയായി ഈ റൂമിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ഒരു കോഫി കഴിച്ച് ഇരിക്കാനൊക്കെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. കാരണം കണ്ണെത്താ ദൂരത്തോളം വയലാണ്. അങ്ങനെ ഒരു പ്രത്യേക ഫീലിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ ബെഡ്റൂമിനെ മനോഹരമാക്കുന്നത് ഈ ബാൽക്കണിയാണ്. അത്യാവശ്യം വലുപ്പത്തിൽ നമ്മളൊരു 180 സൈസിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോമൺ ബാൽക്കണി കൊടുക്കാതെ 2 ബെഡ്റൂമിനും ബാൽക്കണി, പ്രൈവറ്റ് ബാൽക്കണി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത് UPVC സ്ലൈഡിംഗ് വിൻഡോ, ഡോർക്കം വിൻഡോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വലിയ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഒരു ചാരി വെച്ചിരിക്കുന്നത് ഈ ബെഡ് കോട്ടിൻ്റെ സ്ട്രക്ചറാണ്, സ്റ്റീലിലാണ് ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബെഡ്റൂമിലെ മറ്റൊരു ഏരിയ ആണ് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്. അത്യാവശ്യം ചെറിയൊരു ഡ്രസ്സിങ് സ്പേസ് ആയിട്ടാണ് കൊടുത്തത്. ഈ ഡ്രസ്സിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ ടോയ്ലറ്റിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇവിടെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഈ സൈഡിലേക്ക് ഒരു ഹിഡൻ ആയിട്ടാണ് ഈ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ യൂണിറ്റ്, ഒരു മേക്കപ്പ് സെറ്റ് ആൻഡ് അങ്ങനെയുള്ളൊരു ഏരിയ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഈ ഫോയറിലേക്ക് തിരിച്ചിറങ്ങി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അവിടെ ഉള്ളതുപോലെ തന്നെ ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ളൊരു ആക്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബെഡ് ഇത്തരത്തിലാണ് ഇവിടെ അലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹെഡ് ബോർഡ് ഈ വിൻഡോ വരുന്ന ഈ ഒരു വാളിലേക്കാണ് നമ്മൾ ഹെഡ് ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേ ബെഡ്റൂമിനേക്കാളും അപേക്ഷിച്ച് കുറച്ചും കൂടെ ഇത്തിരി കൂടെ വലിയ ഡ്രസ്സിങ് യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ബെഡ്റൂമിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ട് ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് വരാൻ പറ്റുന്ന രീതിയിൽ വലിയ ഒരു 2 മീറ്ററിലധികമുള്ള ഒരു വെന്റിലേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് വിൻഡോ ആയിട്ടാണ്, ഡോർക്കം വിൻഡോ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാം. ഈ വീടിൻ്റെ മനോഹരമാക്കുന്ന ഒരു സ്പേസാണ് ഈ ബാൽക്കണി. കാരണം എക്സ്റ്റീരിയറിൽ നിന്ന് കാണാൻ പറ്റും, എന്നാൽ കോമൺ ബാൽക്കണി അല്ല, പ്രൈവറ്റ് ബാൽക്കണി ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിനെയും ഭംഗിയാക്കും, ഇൻറ്റീരിയറിനെയും ഭംഗിയാക്കും. രണ്ടിലും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ബാൽക്കണി ആയിട്ടാണ് നമ്മൾ ഈ റൂം ബാൽക്കണി ഉദ്ദേശിക്കുന്നത്. ഈ കെട്ടി വെച്ചിരിക്കുന്നത് അവിടെ ഉള്ളതുപോലെ തന്നെ ബെഡിൻ്റെ സ്ട്രക്ചറാണ്. ഈ ബെഡ്റൂമിലെ ഡ്രസ്സിങ്ങിലാണ് നമ്മൾ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് WPC ബോർഡിലാണ്. ബ്ലാക്ക് ഹാൻഡിലൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് WPC ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രസ്സിങ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു വലിയ ടോയ്ലറ്റാണ് നമ്മളിവിടെ ഈ ബെഡ്റൂമിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വലിയ ടൈലുകളാണ് ഈ ടോയ്ലറ്റിൻ്റെ ആകർഷണീയത. പരമാവധി എഡ്ജസുകൾ ഒഴിവാക്കാൻ വേണ്ടി, ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ടൈലുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും നമ്മൾ POP തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഓപ്പണിങ് വരുന്ന റൂമായതുകൊണ്ട് POP തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ ചെയ്തതാണ്. പൂർണ്ണമായൊരു മിനിമൽ കൺസെപ്റ്റിലാണ് നമ്മൾ വീട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. വീഡിയോ എടുക്കുന്ന സമയത്ത് വീടിൻ്റെ ഓണർ റിയാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് റിയാസ്, ഇത് എൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈന് മനസ്സിലുണ്ടായിരുന്നത് ഒരു കണ്ടംപററി ഡിസൈൻ എന്ന ലെവലായിരുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് വയൽ വരുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യണം, ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരെ അപ്രോച്ച് ചെയ്തു. ഇവരതൊരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഇപ്പോൾ വയലിൻ്റെ നല്ലൊരു ഫേസ് ഉണ്ട്, അതുപോലെ ഫ്രണ്ടേജ് ആയിട്ട് വേറൊരു ഏരിയയാണ്. എല്ലാം ഒരു എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ഒരു ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓപ്പൺ കൺസെപ്റ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തമായിട്ട് ലൈറ്റും എയറും കാര്യങ്ങളും എല്ലാം ഉള്ളിലേക്ക് വരണം എന്നുള്ളൊരു മൈൻഡിൽ അതിവർ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ഡിസൈനിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.